ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുള്ളതായ വൃതന്മാർക്ക് എഴുതുന്നത് നിങ്ങൾ കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മളെല്ലാം ഈ ഭൂമിയിൽ പരദേശികളാണ്. അതിന് ശരിയായ അർത്ഥമെന്ന് പറയുന്നത് ഏതെങ്കിലും അവരൊരു പ്രത്യേകമായ ടൗണിൽ താമസിക്കുന്നു, ഏതെങ്കിലും വില്ലേജിൽ താമസിക്കുന്നു. അവർ ഈ ആർക്കും ഇവിടം സ്വന്തമല്ല. ഇതിനപ്പുറമായ ഒരു ലോകമുണ്ട് എന്നുള്ള ചിന്തയിൽ ഓരോ ദിവസവും നമ്മൾക്ക് ജീവിക്കേണ്ടതാണ്. ആ ജീവിതമാണ് നമ്മൾക്ക് ആവശ്യം. നമ്മളിവിടെ ആണെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നതുകൊണ്ട് ഈ ലോകത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് കണ്ടമാനം അങ്ങായിപ്പോകും. ലോകത്തോടുള്ള ആകർഷണം കണ്ടമാനം മനുഷ്യർക്കായിപ്പോകും. അങ്ങനെ സാധ്യമല്ല. ഇവിടം വിട്ടു പോകണം. മനുഷ്യരെല്ലാവരും ഇവിടം വിട്ടു പോകണം. മനുഷ്യൻ വിട്ടുപോയേ പറ്റൂ. ജനിക്കുന്ന മനുഷ്യൻ മരിച്ചേ പറ്റൂ. അതുകൊണ്ട് മരണാനന്തര സ്വസ്ഥത ലഭിക്കുന്നതിന് ഈ ലോകം ഒരു പരദേശവാസമായി മാത്രം കണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മളെല്ലാവരും പരദേശികളാണെന്ന് ഓർത്തോണം. നമുക്ക് ഭൂമികൾ കണ്ടേക്കാം, വീടുകൾ കണ്ടേക്കാം, ഇതൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മളിത് വിട്ടിട്ട് പോകുമ്പോൾ ഇതിനൊന്നും നമുക്ക് അവകാശമില്ല. ഉടമസ്ഥാവകാശം നമുക്കില്ല. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ പരദേശികളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഈ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നിത്യരാജ്യത്ത് നിർത്തുവാൻ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിശുദ്ധീകരണം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും കൃപ പകരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, വിവിധ രീതിയിൽ കർത്താവിനെ ഉയർത്തുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകളെ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ്, ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ഓരോരുത്തരും ദൈവിക ശക്തി പ്രാപിച്ച് ഞങ്ങളിവിടെ വിട്ട് പോകേണ്ടവരാണെന്നുള്ള ചിന്തയിൽ ഈ ലോകത്തോട് പറ്റിപ്പിടിക്കാതിരിക്കാനുള്ള കൃപ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ തരണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,